ഖത്തർ ഒരു ക്യാൻസറാണെന്ന് നെഫ്താലി ബെന്നറ്റ് RCCയിൽ പോയി നിന്ന് ക്യാൻസറാണെന്ന് പറയുന്നത് പോലെയാണ് ഇസ്രയേലിൽ ചെന്ന് നിന്ന് ഖത്തറിനെ ക്യാൻസർ എന്ന് വിളിക്കുന്നത്. നെഫ്താലി ബെന്നറ്റാണ് താരം. വിദ്വേഷം ആളിക്കത്തിച്ച് പശ്ചിമേഷ്യയോടും അറബ് സംസ്കാരത്തോടും അറബ് ലോകത്തോടും വെറുപ്പും വിദ്വേഷവും സൃഷ്ടിക്കുന്നതിൽ പ്രവൃത്തി കൊണ്ട് മത്സരിക്കുന്ന നെതന്യാഹുവിനെ വരുന്ന ഇലക്ഷനിൽ പരാജയപ്പെടുത്തണമെങ്കിൽ അതിനേക്കാൾ മികച്ചത് എന്തെങ്കിലും ഒന്ന് പുറത്തെടുക്കണം എന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഖത്തറിന് നേരെ നെഫ്താലി ബെന്നറ്റ് തിരിഞ്ഞിരിക്കുന്നതെന്ന് ലോകമാധ്യമങ്ങൾ പറയുന്നു. നെഫ്താലി ബെന്നറ്റ് തിരിഞ്ഞു എന്ന് മാത്രമല്ല, ഖത്തറിനെതിരെ വളരെ തുടർച്ചയായി അദ്ദേഹം പ്രസ്താവനകൾ ഇറക്കുന്നതിൻ്റെ ഭാഗമായാണ് ഖത്തറിനെ ക്യാൻസർ എന്ന് വിശേഷിപ്പിച്ചത്. 2024 കരീം ഖാൻ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലെ ജഡ്ജിയാണ് നെതന്യാഹുവിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ യുദ്ധക്കുറ്റവാളിയായി പ്രഖ്യാപിച്ച് നടപടികൾ നീക്കിയത്. അദ്ദേഹം അത് ചെയ്യാൻ കാരണം ഖത്തർ ധനസഹായം നൽകിയതുകൊണ്ടാണെന്നാണ് നെഫ്താലി ബെന്നറ്റിൻ്റെ അഭിപ്രായം. അല്ലാതെ ഗസയിലെ മനുഷ്യരെ കൊന്നതിൻ്റെ പേരിലോ ആ രാജ്യം തകർത്തതിൻ്റെ പേരിലോ ആ രാജ്യത്തെ ഉന്മൂലനം ചെയ്തതിൻ്റെയോ പേരിലല്ല, മറിച്ച് ഈ ജഡ്ജി കരീം ഖാൻ എന്ന് പറയുന്ന ആളിനെ ഖത്തർ സാമ്പത്തികവും മറ്റ് സൗകര്യങ്ങളും നൽകി സഹായിച്ചതുകൊണ്ടാണ് അങ്ങനെ ഒരു വിധി അദ്ദേഹം പുറപ്പെടുവിച്ചത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഖത്തറിനെ ക്യാൻസർ എന്ന് നെഫ്താലി ബെന്നറ്റ് വിശേഷിപ്പിക്കുന്നത്. ഖത്തർ ഒരു ക്യാൻസർ ആണെങ്കിൽ ഈ പറയുന്ന ക്യാൻസറുകളുടെ കൂമ്പാരമാണ് ഇസ്രയേൽ. നിറയെ ക്യാൻസറാണ്. കാരണം ലോകത്തിന് മുഴുവൻ ആക്രമണം ഉണ്ടാക്കുന്നതിന് കാരണമാകുന്ന സയനിസ്റ്റ് ഭരണകൂടങ്ങളുടെ സാന്നിധ്യം, അവർ നടത്തുന്ന ആക്രമണങ്ങളുടെ ചരിത്രം, ഗസയിലെ മനുഷ്യരെ കൊന്നവരുടെ എണ്ണം ഒക്കെ എടുത്തു നോക്കിയാൽ ഈ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് കണ്ടെത്തിയതുപോലെ എത്രയോ ക്യാൻസറസാണ് ലോകത്തിനെന്ന് ഈ പറയുന്ന ഇവിടെ പറയേണ്ടി വരും. അദ്ദേഹം വിജയിക്കാൻ വേണ്ടി പറഞ്ഞു പരത്തുന്ന വിദ്വേഷങ്ങളുടെ തുടർച്ചയാണ് ഈ പ്രസ്താവനകളും. പക്ഷേ സർവേയിലൊക്കെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ജനപ്രീതി ഇടിയുന്നു എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ജനപ്രീതി ഇടിയുന്നു എന്ന് പറഞ്ഞാൽ മറുവശത്ത് ഇപ്പോൾ നടത്തുന്നവൻ തുടരുന്നു എന്നാണ് അർത്ഥം എന്നുകൂടി വായിക്കേണ്ടതാണ്. രണ്ടായാലും ഒരു തരത്തിലുള്ള ഒരു ഇളവും ഒരു സ്വാതന്ത്ര്യവും ഒരു നീതിയും പശ്ചിമേഷ്യയ്ക്ക് കിട്ടില്ല എന്നതാണ് ഈ പ്രസ്താവനയുടെയും പ്രതികരണങ്ങളുടെയും ഒക്കെ സൂചന.